ഈ കാണുന്ന നമ്മുടെ വിയന്ന സൂപ്പർവെലിയുടെ ചക്കയോട് കൂടിയുള്ള പ്ലാവുകളാണ് കായ്ച്ചു തുടങ്ങി. ഇതൊക്കെയാണ് നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ വേൾഡിലെ ഏറ്റവും ചെറിയ ചക്ക കായ്ക്കുന്ന ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ്. പല റേഞ്ചിലുള്ള, അതായത് ചെറുതും വലുതുമായിട്ടുള്ള പ്ലാവിൻ്റെ ഒരു 40ഓളം വെറൈറ്റി പ്ലാവിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് നമ്മുടെ കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ ഏകദേശം ഒരു 15 അടി കൂടുതൽ ഹൈറ്റുള്ള വലിയ മാവ് മരങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കായ്ച്ചു തുടങ്ങിയതാണ്. നമ്മുടെ കോട്ടർക്കുടം വരിക്ക മാവിൻ്റെ വലിയ മാവുകളാണ് ഈ ഇരിക്കുന്നത്. അത്രയും മറ്റൊരു ബാരലിൽ നട്ട് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവ് എന്ന് പറഞ്ഞാൽ കേറ്റിമോൺ മാവ് നമ്മുടെ ഇവിടെ ബാരൽ വെച്ചിരിക്കുന്നതാണ്. അതിൽ നിറച്ച് മാങ്ങ ഇവിടെയും ഉണ്ട്. നമ്മുടെ വീട്ടിൽ അധികം പ്ലാന്റുകൾ വയ്ക്കാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഒരു മാവാണ് വയ്ക്കാൻ സ്ഥലമുള്ളതെങ്കിൽ ഒരു മാവ് വെച്ചാൽ അതിലൊരു 4-5 വെറൈറ്റി മാങ്ങ കായ്ക്കുന്ന മൾട്ടി ഗ്രാഫ്റ്റ് മാവിൻ്റെ തൈകളാണ്. ഒരു മാവിൽ തന്നെ ഏകദേശം നമുക്ക് 5-6ഓളം വെറൈറ്റി ബഡ് ചെയ്ത തൈകൾ നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മുടെ നാടൻ നെല്ലിയുടെ ഗ്രാഫ്റ്റ് തൈയാണ്. അതാണ് ഈ ചെറുതിലെ കാച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാടൻ നെല്ലിയാണ്. നെല്ലിയുടെ ഇതെല്ലാം കായ്ച്ചതാണ്. ഇതുണ്ടായിരുന്നു. ഇതെല്ലാം മുകളിൽ നിറച്ച് കായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള നെല്ലി തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. അബിയുവിൻ്റെ ഒരു 3 വെറൈറ്റി നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇതിൻ്റെ ചെറുതുണ്ട്, മീഡിയം ടൈപ്പ് ഉണ്ട്, വലുതുണ്ട്. ഈ കാണുന്നത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് ചെറുതാണ്. ഇത് അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 അടിയോളം ഹൈറ്റുള്ള മാംഗോസിൻ്റെ ഏറ്റവും നല്ല പ്ലാന്റുകളാണ്. ഇത് നോക്കിയാൽ സീഡ്ലെസ് നാരകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇവിടെ തന്നെ വിദേശ ഒരു വെറൈറ്റിപ്പെട്ട ഒരു നാരകമാണ് സീഡ്ലെസ് നാരകം. വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകമാണ് ഈ സീഡ്ലെസ് നാരകം. അതായത് തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണവും ടേസ്റ്റുമാണ്. സപ്പോട്ടയുടെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെറൈറ്റിയുണ്ട്. ബനാന സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ ടൈപ്പ്, റെഡ് സപ്പോട്ട എന്ന് പറയുമ്പോൾ കറയിലെ കവർപ്പില്ലാത്ത, അതായത് ഈ കാണുന്നത് പോലെ ചുവപ്പാണ്, നല്ല റെഡായിരിക്കും. അതാണ്ട് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റുകൾ നമുക്ക് വീട് മുറ്റത്ത് കൊണ്ടുവച്ച് നട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നല്ല വിളഞ്ഞ് പാകമായി നമുക്ക് പറിക്കാൻ പറ്റുന്ന പാകത്തിലിരിക്കുന്ന വലിയ തൈകളാണ് ഈ കാണുന്നത്.